വികസന വിഷയങ്ങളിൽ സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും ഞാൻ ആ സംവാദത്തിന് ചെല്ലാൻ തയ്യാറാണ്. അദ്ദേഹം അത് പൂർണ്ണമായ അർത്ഥത്തിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോ വേണമെങ്കിലും തയ്യാറാണ്. 24 മണിക്കൂർ നോട്ടീസ് മതി, ഞാൻ അവിടെ എത്തിക്കോളാം അദ്ദേഹമായിട്ട് സംവാദം നടത്താൻ. പിന്നെ നിയമസഭ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. നിയമസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നന്നായി ഈ ഗവൺമെന്റിനെതിരായിട്ട് അതിശക്തമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാനം ശബരിമല വിഷയത്തിലാണ് ഞങ്ങൾ സമരം ചെയ്തത്. ശബരിമല വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടുത്ത നോട്ടീസിന് അനുമതി ലഭിച്ചില്ല. ഗവൺമെന്റ് അതിന് തയ്യാറായിരുന്നില്ല. അത് കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ്. അതുകൊണ്ട് ശബരിമല വിഷയം നിയമസഭയിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് സർക്കാരും സ്പീക്കറും എടുത്തു. അതിനെ തുടർന്നാണ് ഞങ്ങൾ സമരം ചെയ്തത്. അത് അനുവദിച്ചില്ല. മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ലൈഫ് പദ്ധതിയെപ്പറ്റി പറഞ്ഞത് യമണ്ടൻ കള്ളമാണെന്ന് പറഞ്ഞു. 4,43,000. അദ്ദേഹം ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4,000 വീട് വെച്ചെന്ന. ഞാൻ ഇന്നലെ മന്ത്രിമാരുടെ റിപ്ലൈ അടക്കം, മന്ത്രിമാര് നിയമസഭയിൽ തന്ന റിപ്ലൈ അടക്കം അതിന്റെ മുഴുവൻ തെളിവുകളും ഹാജരാക്കി. ഇന്ന് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ഇന്ന് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല. അപ്പൊ ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്? യമണ്ടൻ നുണ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. 2011 മുതൽ 2016 വരെ കേവലം 4,000 വീട് മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് യമണ്ടൻ നുണ. അത് അല്ല എന്നും 4,43,000 വീട് പണിതു എന്നും ഞങ്ങൾ രേഖകൾ കൊണ്ട് തെളിയിച്ചപ്പോ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. അദ്ദേഹത്തിനിപ്പോ അതിനെപ്പറ്റി പറയാനൊന്നുമില്ല. ഏറ്റവും രസകരമായ കാര്യം, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ കേരളം മുഴുവൻ കോളിളക്കമുണ്ടാക്കിയ CPM, LDF ഇപ്പോ SDPIയുടെ പിന്തുണയെക്കുറിച്ച് മിണ്ടുന്നില്ല. SDPIയുടെ പിന്തുണയെക്കുറിച്ച് ചോദിച്ചാൽ മുഖ്യമന്ത്രി ചൂടാവുകയാണ്. ഞാൻ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ചൂടായില്ലല്ലോ. ഞാൻ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 4 പതിറ്റാണ്ട് കാലം അവരുടെ മാതൃസംഘടന LDFന്റെ കൂടെയായിരുന്നു. അന്ന് അവർ മതേതരവാദികളെന്നാണ് ഇവർ വിശേഷിപ്പിച്ചത്. അവർ ഞങ്ങൾക്ക് പിന്തുണ തന്നപ്പോൾ അവരെ വർഗീയവാദികളാക്കി. ഇനി SDPI മതേതരവാദികളാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമോ? ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട. നിങ്ങൾ മതേതരവാദികളാണ്, നിങ്ങൾ മതേതരത്വം മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറ. എന്താ SDPI പറഞ്ഞത്? പാർലമെന്റ് ഇലക്ഷന് പിന്തുണ നൽകിയപ്പോൾ നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ ധൈര്യം കാട്ടിയ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ മുന്നണിയാണ് UDF. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കേരളത്തെ ആദ്യത്തെ രാഷ്ട്രീയ മുന്നണി. നിങ്ങളുടെ പിന്തുണ വേണ്ട. കാരണം ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഞങ്ങൾ ശക്തിയായി എതിർക്കുമെന്നത് ഞങ്ങളുടെ നിലപാടാ. ഏതെങ്കിലും ഒരു മുന്നണിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2024 പരസ്യമായി ഞങ്ങൾ പറഞ്ഞു വേണ്ട. ഇപ്പൊ അവർക്കുള്ള പരാതി അതാണ്. അതായത് അവരെന്നെ മാത്രമാണ് പറയുന്നത്, എല്ലാവരും എന്നെ മാത്രമാണല്ലോ പറയുന്നത്. VD സതീശനാണ് കുഴപ്പം, VD സതീശനാണ് SDPIയുടെ പിന്തുണ വേണ്ടെന്ന്. VD സതീശൻ മാത്രമല്ല, കോൺഗ്രസും UDFും ഒരുമിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പിന്തുണ വേണ്ട. കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് പിന്തുണ തന്നാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പൊ ഇത്രയും മതേതരത്വം പ്രസംഗിച്ച് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിന് ഉണ്ടെന്ന് പറഞ്ഞ് UDFിന് ഉണ്ടെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കോളിളക്കം ഉണ്ടാക്കി ഒരു രഹസ്യമായി SDPI ആയിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചൂടാവാണ്, പൊട്ടിത്തെറിക്കുകയാണ്. SDPIയോട് ചോദിക്കാനാ പറഞ്ഞത്. SDPIയോടല്ല ചോദിക്കേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണം. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ SDPIയുടെ പിന്തുണ വേണ്ട, അത്തരം ശക്തികളുടെ പിന്തുണ വേണ്ട എന്ന് ഉറച്ചു പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ?